ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഷാഫി പറമ്പിലിൻ്റെ നല്ല ഭരണവും രാഹുലിൻ്റെ കള്ളക്കേസുമാണ്. ഓക്കെ, ഞാനിങ്ങനെ പറയാൻ കാരണം പൊന്നുമക്കളെ, ഇന്ന് ഞാനിപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ഒരു വീഡിയോ കണ്ട് വന്നതാണ്. നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തിലിനെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കേസെന്ന് ഏകദേശം തെളിയുകയാണ് പൊന്നുമക്കളെ. അപ്പോൾ നമുക്ക് ഒന്നൊന്നായി ഇന്ന് ചർച്ച ചെയ്യാം. ആദ്യം ഷാഫി പറമ്പിൽ. പൊന്നുമക്കളെ, ഞാനിന്ന് ഫ്രീ ആയ സമയത്ത് ജസ്റ്റ് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ 4-5 വീഡിയോസ് കാണാനിടയായി. ഷാഫി പറമ്പിൽ, അതായത് ഷാഫി പറമ്പിലിനെ കുറിച്ച് ചില ഓട്ടോ ഡ്രൈവർമാർ പറയുന്ന കാര്യങ്ങളാണ്. ഓട്ടോ ഡ്രൈവർമാർ പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യം. ഒന്ന്, കോൺഗ്രസിലും CPM-ലും BJP-യിലും ഇങ്ങനൊരു നേതാവില്ല. അതുകൊണ്ട് ഭാവിയിൽ ഇപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും നമുക്ക് വേണ്ടത് ഷാഫിയെ പോലെയുള്ള ഭരണമെന്നാണ് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞത്. അവർ പറയുന്നത് ഷാഫി പറമ്പിലിനെ പോലെ മികച്ച നേതാക്കൾ വേണം നമ്മുടെ കേരളം ഭരിക്കാനെന്നാണ്. പൊന്നുമക്കളെ, അതിനുള്ള 3 എക്സാമ്പിളും കൂടി ഞാൻ പറയുകയാണ്. നിങ്ങൾ തന്നെ നോക്കൂ. വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചതിന് ശേഷം എന്തൊക്കെ പുണ്യകർമ്മങ്ങളാണ് ചെയ്തത്. ഒരേ ഒരു കാര്യം ആദ്യം ഞാൻ പറയുകയാണ്. വിജയിച്ചു MP ആയതിനു ശേഷം പാർലമെൻറ്റിൽ ആദ്യം ഷാഫി പറമ്പിലിന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. പൊന്നാര മക്കളെ, ആണിയടിച്ച് ഷാഫി പറമ്പിൽ ആദ്യം പറഞ്ഞതെന്ത്? വടകരയിലെ പാവങ്ങളായ ജനങ്ങൾ കൂടുതലുള്ളത് പ്രവാസികളാണ്. അപ്പോൾ ആ ഒരു പ്രവാസികൾക്ക് വേണ്ടി പൊന്നാര സർക്കാരെ നിങ്ങളൊരു കാര്യം ചെയ്തു കൊടുക്കണം. എന്താണ് ആ കാര്യം? വടകരയിലെ പാവങ്ങൾ പ്രവാസികളാണ്. അവർ നാട്ടിലേക്ക് വരുന്നത് പെരുന്നാൾ, അതുപോലെ ഓണം, ക്രിസ്മസ്, ദീപാവലി പറയുന്ന നല്ല നല്ല ഫങ്ഷനുള്ള ദിവസത്തിലാണ് ഇവർ കൂടുതലായും നാട്ടിലേക്ക് വരുന്ന സമയം. ആ സമയത്ത് നമ്മുടെ വിമാന കമ്പനികൾ എന്ത് ചെയ്യുന്നു? അറിഞ്ഞുകൊണ്ട് ഓണം വരുന്ന സമയത്ത്, ക്രിസ്മസ് വരുന്ന സമയത്ത്, ദീപാവലി വരുന്ന സമയത്ത്, പെരുന്നാൾ വരുന്ന സമയത്ത് ടിക്കറ്റിന് വല്ലാതെ വർദ്ധിപ്പിക്കുകയാണ്. കാരണം വിമാന കമ്പനികൾക്ക് ഒരു കാര്യം അറിയും. ഇന്ത്യയിലേക്ക്, അതായത് ദുബായിൽ നിന്നും സൗദിയിൽ നിന്നും കൂടുതലായും ഇന്ത്യയിലേക്ക് വരുന്നത് ഒന്നെങ്കിൽ പെരുന്നാൾ ദിവസം, അല്ലെങ്കിൽ ഓണ ദിവസം, അല്ലെങ്കിൽ ക്രിസ്മസ് ദിവസത്തിലാണ്. ഈ സമയത്ത് ടിക്കറ്റിന് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ 3 വർഷം സൗദിയിൽ ഉണ്ടായ ഒരാളാണ്. മിനിമം നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് 20,000 രൂപ അല്ലെങ്കിൽ 18,000 രൂപയാണ്. പക്ഷേ ക്രിസ്മസ് സമയത്തും പെരുന്നാൾ സമയത്തും ഓണ സമയത്തും അത് 40,000, 50,000, 60,000, 1,00,000 വരെ ടിക്കറ്റ് അടക്കം കിട്ടാത്ത അവസ്ഥ പോലും വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഞങ്ങളെപ്പോലെയുള്ള പ്രവാസികൾ 2-3 വർഷം കഷ്ടപ്പെട്ട് ജീവിച്ചു അവിടെ പണിയെടുത്ത് വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ പെരുന്നാൾ, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ ക്രിസ്മസ്, ദീപാവലി ഒക്കെ വരുന്നത്. അതുകൊണ്ട് ആ സമയത്ത് കുടുംബത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞ് അവർ ആ സമയത്താണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയധികം പൈസ കൊടുത്തു വേണം നമ്മൾ വരാൻ. അതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. വടകരയിൽ കൂടുതലുള്ളത് പ്രവാസികളാണ്. അതുകൊണ്ട് വിമാന കമ്പനികൾ എന്ത് ചെയ്യണം? പെരുന്നാൾ സമയത്തും ദീപാവലി സമയത്തും ക്രിസ്മസ് സമയത്തും ടിക്കറ്റിൻ്റെ റേറ്റ് കുറക്കണമെന്ന് ഷാഫി പറമ്പിൽ ആണായി സ്പീക്കറുടെ മുമ്പിൽ ഇങ്ങനെ കൈനീട്ടിയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. പൊന്നാര മക്കളെ, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഷാഫി പറമ്പിലിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഫ്രീ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഷാഫി പറമ്പിൽ എന്ന് അടിച്ചു നോക്കിയാൽ മതി. പൊന്നുമക്കളെ, എത്ര പേർക്കാണ് ഷാഫി പറമ്പിൽ വീട് വെച്ച് കൊടുക്കുന്നതും സ്ഥലം കൊടുക്കുന്നതും? ഇത് ഷാഫി പറമ്പിലിൻ്റെ സ്വത്തല്ല, ഗവൺമെൻറ്റിൻ്റെ സ്വത്താണ്. ഓക്കെ, പക്ഷേ അത് പറഞ്ഞ് ഇവർക്കുള്ള പ്രശ്നം പറഞ്ഞ് മേടിക്കുന്നത് ഷാഫി പറമ്പിലാണ്. ഓക്കെ, ഒരു കാര്യം പറയുകയാണ്. വടകരയിൽ നിലവിൽ എത്ര ഓഫീസ് ഉണ്ട് പൊന്നാര മക്കളെ? എന്ത് ഓഫീസാണ്? ഷാഫി പറമ്പിലിൻ്റെ ഓഫീസാണ്. എന്തിനാണ് അവിടെ അങ്ങനെ ഓഫീസ് വെച്ചത്? അതായത് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിൻ്റെ ഓഫീസിലേക്ക് വന്ന് ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് കടമുണ്ട്, ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, ഇങ്ങനെയൊക്കെ എഴുതി കൊടുത്താൽ അത് ഷാഫി പറമ്പിൽ നോക്കും. ഓഫീസിലുള്ള ആൾക്കാർ ആ പരാതി എഴുതിയതിനെ ഓഫീസിൽ വെച്ചുകൊണ്ട് അതിനുശേഷം ഷാഫി പറമ്പിൽ വരുമ്പോൾ കൊടുക്കും. ഇതാണ് പരാതികൾ. അതിൽ ഷാഫി പറമ്പിൽ ഏറ്റവും ആരാണ് ദുരിതത്തിലുള്ളത്? ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് ആർക്കാണുള്ളത്? അവരുടെ കേസ് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ. അതുകൊണ്ടാണ് പൊന്നാര മക്കളെ ഷാഫി പറമ്പിലിന് ഇത്രയധികം സപ്പോർട്ട് കിട്ടുന്നത്. നമ്മളതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല പൊന്നുമക്കളെ. പിന്നെ ഞാൻ രാഹുലിൻ്റെ കാര്യത്തിൽ വരാം. പൊന്നാര മക്കളെ, രാഹുൽ മങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തിൽ എങ്ങനെ വിജയിച്ചു?
അതിനുള്ള ഉത്തരവും ഷാഫി പറമ്പിലാണ് പൊന്നുമക്കളെ. അതായത് നമുക്കൊക്കെ അറിയാം ഇഞ്ചോടിഞ്ച് പോരാട്ടം, കൃഷ്ണകുമാറും രാഹുൽ മങ്കൂട്ടത്തിലും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് എല്ലാവരും എഴുതിയത് അവിടെ ഷാഫി മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ BJP അവിടെ വരുമെന്ന് എഴുതിയെടുത്ത് പൊന്നുമക്കളെ ഷാഫി പറമ്പിൽ ഉറങ്ങാതെ രാഹുലിന് വേണ്ടി അവിടെ പ്രചാരണം നടത്തി ഒടുവിൽ മികച്ച ഭൂരിപക്ഷത്തിൽ അവിടെ രാഹുൽ വിജയിക്കുകയാണ്. അതിനുശേഷം ഷാഫിയുടെ പിൻഗാമി രാഹുൽ എന്ന് സോഷ്യൽ മീഡിയയിൽ പരന്നതിന് ശേഷം ഒരു കള്ള സ്ക്രീൻഷോട്ട് കൊണ്ടുവന്ന് കേസാവുകയാണ്. അതായത് പൊന്നുമക്കളെ ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മുടെ ഈ നാട്ടിൽ ഒരു പെണ്ണിൻ്റെ സൗണ്ട് ഉണ്ടാക്കി കോള് വിളിക്കാൻ എന്ത് പണിയാണ്? ഒരു കാര്യം പറയുകയാണ്, ഇപ്പോൾ എനിക്കെതിരെ നാളെ ഒരു പെണ്ണ് വന്ന് കേസ് കൊടുത്തു, അതായത് ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മീഡിയാസിന് മുമ്പിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ ഫേസ് ആയിരിക്കും ന്യൂസ് ചാനലിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുക. അതായത് കേസ് കൊടുത്ത പെണ്ണിന് ഒരു പണിയുമില്ല, പെണ്ണിൻ്റെ പേര് വരുന്നില്ല, പെണ്ണിൻ്റെ ഫോട്ടോ വരുന്നില്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പെണ്ണിന് വീട്ടിൽ കയറി മിണ്ടാണ്ട് കിടന്നുറങ്ങാം. ഞാനല്ലേ നാറുന്നത്? ഞാൻ ചെയ്തിട്ടില്ലെന്ന് ആര് വിശ്വസിക്കാനാണ്? എൻ്റെ വാദം ആരാണ് കേൾക്കാൻ? അത് പിന്നെ കേസായതിനു ശേഷം കോടതിയിൽ 4-5 വർഷം ഓടിയതിനു ശേഷം ഒരു പക്ഷേ ഞാൻ കുറ്റക്കാരനല്ല എന്ന് തെളിയും. അന്ന് ആരെങ്കിലും ഞാൻ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ എൻ്റെ വാദം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവോ? ഒരു പെണ്ണ് വിചാരിച്ചാൽ എത്ര ഈസിയാണ്. എനിക്കെതിരെ അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും എതിരെ ഒരു കള്ളക്കേസ് കൊടുത്താൽ നമ്മൾ പ്രതിയായി മക്കളെ. അതാണ് ഈ കാലം. ആ ഒരു നിയമത്തെ നമ്മളെല്ലാവരും സമരം ചെയ്ത് ഇല്ലാതാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് എല്ലാ മതക്കാർക്കും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതേമാതിരി ആണും പെണ്ണിനും തുല്യ അവകാശം കൊടുത്ത് പെണ്ണ് കേസ് കൊടുത്താൽ ആണിൻ്റെ ഫേസ് ഇങ്ങനെ വെക്കുന്ന ഒരു പരിപാടി നിർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം കൂടി പറയുകയാണ്, ആരെങ്കിലും കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ പെണ്ണിപ്പോൾ ഒരു പെണ്ണ് വന്ന് ഞാൻ പീഡിപ്പിച്ചു എന്ന് കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെട്ടാൽ അതൊരു കള്ളക്കേസെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിനെ ജയിലിലിട്ട് അടക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിലേ പഠിക്കും. ഇല്ലെങ്കിൽ നമ്മൾ നന്നാവുന്നത് കൊണ്ട് നമ്മളോട് വെറുപ്പുള്ളവർ ഒരു പെണ്ണിന് 5 ലക്ഷം കൊടുത്തോ ഒരു കേസ് കൊടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫല്ലേ ഇല്ലാതാവുന്നത്. അപ്പോൾ പൊന്നുമക്കളെ, രാഹുലിൻ്റെ കേസും അങ്ങനെയാണ്. ഇന്ന് ഞാൻ 24 ഒരു വാർത്ത കണ്ടു. രാഹുലിൻ്റെ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പ്രതിസന്ധിയിൽ, ഒരു തെളിവും കിട്ടുന്നില്ല എന്നാണ്. എവിടെ നിന്നാണ് തെളിവ് കിട്ടേണ്ടത്? അതായത് കള്ളക്കേസല്ലേ പൊന്നാര മക്കളെ. അപ്പോൾ ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ആരെയും കൊടുക്കാതിരിക്കുക. എല്ലാവർക്കും അവരവരുടേതായ ലൈഫുണ്ട്, അതിൽ കയറി കളിക്കാതിരിക്കുക. രാഷ്ട്രീയമായി ഞാൻ പറയുകയാണ്, LDFനോടും BJPയോടും കോൺഗ്രസിനോടും, നിങ്ങൾക്ക് അധികാരത്തിൽ കയറണമെങ്കിൽ നിങ്ങൾ കള്ളക്കേസല്ല കൊടുക്കുന്നത്, നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടാണ് നിങ്ങൾ കാണിക്കേണ്ടത്. LDFനോട് പറയുകയാണ്, നല്ല രീതിയിൽ പെൻഷനൊക്കെ കൊടുത്ത് സാധാരണക്കാരുടെ നികുതിയൊക്കെ കുറച്ച് നിങ്ങൾ ഭരിച്ചു കാണിക്കും, നിങ്ങൾ അധികാരത്തിൽ വരും. കോൺഗ്രസിനോട് പറയാനുള്ളത്, CPM കാണിക്കുന്ന നെറികേട്, അതായത് പെൻഷൻ കൊടുക്കുന്നില്ല, ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് നിങ്ങൾ വോട്ട് പിടിക്കേണ്ടത്. പൊന്നുമക്കളെ, ഒരു കാര്യം പറയുകയാണ്, ഒരാണ് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അച്ചടിച്ച് നിങ്ങൾ ആരും വിശ്വസിക്കാൻ പാടില്ല. അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വന്നതിന് ശേഷമേ വിശ്വസിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.